ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ ഒന്നിക്കുന്നു. ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരർ ഒന്നിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനും ചേർന്നുള്ള സഖ്യം അധികം വൈകാതെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ മാരകമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷവും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിച്ചാൽ അത് ഇസ്ലാമിക രാജ്യങ്ങളുടെ അന്ത്യം കുറിക്കുമെന്ന് ഇറാന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളോടെല്ലാം ഒന്നിക്കാനുള്ള ആഹ്വാനം ആയത്തുള്ള അലി ഖമേനി നടത്തിയിരിക്കുന്നത്. ഹമാസിന്റെ വക്താവ് അബു ഉബൈദ നടത്തിയ ഒരു പ്രസ്താവന ഇതിന്റെ സൂചകമാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ ഇസ്രായേൽ എല്ലാ ഇസ്ലാമിക സംഘടനകളെയും ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഹൂതികളെ ആക്രമിച്ചതിനുള്ള പ്രതികാരം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസിനെതിരെ, ഹിസ്ബുള്ളക്കെതിരെ, ഇറാനെതിരെ, ഇപ്പോൾ ഇതാ ഹൂതികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരും. ഇസ്രായേലിനെ കരയിപ്പിക്കുന്നത് വരെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തണം. ഇതാണ് അബു ഉബൈദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത്. സിറിയയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം സമാനതകളില്ലാത്തതാണ്. ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇസ്ലാമിക രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ച നടപടിയായിരുന്നു. ഒരു തരത്തിലും ഇത്തരമൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. സിറിയയിലേക്ക് കടന്നുകയറി ഗൊലാൻ കുന്നും അതുപോലെ ഹെർബൺ പർവ്വതങ്ങളും പിടിച്ചെടുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയയ്ക്കുള്ളിലേക്ക് കടന്ന് വലിയൊരു പ്രസ്താവന നടത്തി. ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഗൊലാൻ കുന്നുകളും ഹെർബൺ പർവ്വതവും ഇനി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഗൊലാൻ കുന്നിലുള്ള സാധാരണക്കാരായ സിറിയൻ ജനത പോലും ഇസ്രായേലിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. വിമത സൈന്യവും ഗൊലാൻ കുന്നിലെ താമസക്കാരുമായിട്ടുള്ള ജനങ്ങൾ അവരുടെ പക്കലുള്ള ആയുധങ്ങൾ, അവിടെ സിറിയൻ ഭരണകൂടം കുഴിച്ചിട്ടിരുന്ന ആയുധങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുത്ത് ഇസ്രായേലി സർക്കാരിന്, ഇസ്രായേലിന്റെ സൈന്യത്തിന് കൈമാറുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് അക്ഷരാർത്ഥത്തിൽ സിറിയയിലെ വിമത സേനയെ ഞെട്ടിച്ച നടപടിയായിരുന്നു. സിറിയയുടെ ജനത തന്നെ ഇസ്രായേൽ ഭരണം ആഗ്രഹിക്കുന്നു. അതിർത്തികളിലുള്ള സിറിയൻ ജനത ഇസ്രായേലിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. സിറിയയുടെ ഭരണം ഞങ്ങൾക്ക് വേണ്ട, വിമത സൈന്യത്തിൻ്റെ ഭരണം വേണ്ട, ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ പൗരന്മാരായി ജീവിച്ചാൽ മതി എന്ന് അതിർത്തികളിലുള്ള സിറിയക്കാർ കൂട്ടത്തോടെ വിളിച്ചു പറയുന്നു. ഇത് ഇസ്ലാമിക ലോകങ്ങൾക്ക് സത്യത്തിൽ ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻ്റായി. കാരണം ഇസ്രായേൽ എന്ന രാജ്യം പശ്ചിമേഷ്യയിലെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. പശ്ചിമേഷ്യയെ ഒന്നാകെ മാറ്റിമറിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്ത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അമേരിക്ക പോലും. കാരണം ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളോടും കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ യുദ്ധം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ആരംഭിച്ച ആക്രമണം ഒരു അശ്വമേധം പോലെ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. ഒരു രാജ്യത്തിന് എങ്ങനെയാണ് 10-15 മാസക്കാലം തുടർച്ചയായി വിശ്രമമില്ലാതെ, ഇടവേളകളില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കി അമ്പരക്കുകയാണ് ലോകം. വെറും യുദ്ധം മാത്രമല്ല, ഏറ്റവും തന്ത്രപരമായ യുദ്ധം. ഇതിനിടയിൽ ഇസ്രായേലി സൈന്യം പരാജയപ്പെടുത്തിയത് ആരെയൊക്കെയെന്ന് നമ്മൾ നോക്കണം. ഹമാസിനെ, ഗാസയിൽ ഒരു കാലത്ത് കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി വിരാജിച്ചിരുന്ന ഹമാസിനെ, ആയുധശേഖരം വൻതോതിലുണ്ടായിരുന്ന ഹമാസിനെ നിലംപരിശാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹമാസിന് പിന്തുണയുമായി എത്തിയ ഹിസ്ബുള്ളയെ, ഇറാന്റെ സൈനിക സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ ലെബനനിൽ കയറി തീർത്തത് 48 ദിവസം കൊണ്ടാണ്. ഒടുവിൽ കരഞ്ഞു കേണ് ഇസ്രായേലിന്റെ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ് ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ നടപ്പാക്കണേ എന്ന്. ഒടുവിൽ അതിനിടയിൽ സിറിയയിലേക്ക് ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിക്കുന്നു. അതിന് പിന്നാലെ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടാകുന്നു. സിറിയയിലെ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സേന തകർക്കുകയാണ്. സിറിയയിലെ ബേസ് ക്യാമ്പുകൾ തകർക്കുകയാണ്. സിറിയയിലെ ഭീകരന്മാരുടെ താവളം തകർക്കുകയാണ്. സിറിയയെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടയിലാണ് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട്
ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു. ഒന്നല്ല 2 തവണ. ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ അയൺ ഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി. അവിടം കൊണ്ടും അവസാനിച്ചില്ല. തങ്ങളുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വച്ച ഹൂതികൾക്ക് നേരെ ആ അർദ്ധരാത്രി തന്നെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. ഹുദൈദ അടക്കമുള്ള 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ ഛന്ന ഭിന്നമാക്കി തകർത്തു കളഞ്ഞു ഇസ്രായേൽ. സന, തലസ്ഥാനമായ സനയിലും സമീപത്തുമുള്ള 2 ഊർജ പ്ലാന്റുകളെ, പവർ പ്ലാന്റുകളെയും ആക്രമിച്ച് തകർത്തു. അങ്ങനെ വലിയ നാശനഷ്ടം ഹൂതികൾക്ക് നേരെ നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞു. മറ്റൊരു രാജ്യം ഇറാനാണ്. ഇറാൻ 2 തവണയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്, ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. ഒരു പോറൽ പോലും ഇസ്രായേലിന് ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ 2 പ്രത്യാക്രമണങ്ങളും ഇറാൻ്റെ നട്ടലൊടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു, ഇറാൻ്റെ ബേസ് ക്യാമ്പുകൾ തകർന്നു, ഡ്രോൺ ഫാക്ടറി തകർന്നു, ആയുധപ്പുരകൾ തകർന്നു. എന്തിനേറെ പറയുന്നു, ടെഹ്റാനിൽ തന്നെ വമ്പൻ തീപിടുത്തമുണ്ടായി. ടെഹ്റാനിൽ തന്നെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ ഇസ്ലാമിക ഭീകരരെ ഓരോരുത്തരെയായി കൈകാര്യം ചെയ്തു വരികയാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ ഇനിയും കയറൂരി വിട്ടാൽ ഇസ്രായേൽ ഇനി നടത്തുന്ന അശ്വമേധത്തിൽ തകർന്നടിയുക ഇറാൻ തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഇറാൻ എന്ന രാജ്യം അവസാനിച്ചാൽ ലോകത്ത് ഇസ്ലാമിക ഭീകരവാദം അവസാനിച്ചു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞത് സമാനമായ അഭിപ്രായമായിരുന്നു. ഈ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ എല്ലാം ഉറവിടം ഇറാനാണ്. ഇറാൻ്റെ പ്രോക്സികളാണ് ഈ വരുന്ന ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമെല്ലാം. അപ്പോൾ ഇവർക്ക് ആയുധങ്ങൾ നൽകി, സാമ്പത്തികം നൽകി തീവ്രവാദത്തിലേക്ക് ഇവരെ തള്ളിവിടുന്നത് ഇറാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉറവിടത്തെ തന്നെ തീർക്കണം. ഈ ഉറവിടത്തെ തന്നെ ആക്രമിച്ചാൽ മാത്രമേ ലോകത്തെ ഇസ്ലാമിക ഭീകരവാദത്തിന് അറുതി ഉണ്ടാവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇസ്ലാമിക ഭീകരന്മാർ ഒന്നിക്കുന്നത്, ഇസ്രായേലിനെതിരെ അറബ് ലോകം ഒന്നിക്കുന്നത്. ഇനിയും ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളെ ഇസ്രായേൽ തകർക്കും. പശ്ചിമേഷ്യയുടെ മുഴുവൻ നിയന്ത്രണവും ഇനി ഇസ്രായേൽ ഏറ്റെടുക്കും. പശ്ചിമേഷ്യയിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി മാറും. ഇനി ഇറാനും ഇറാഖുമൊക്കെ ഇസ്രായേലിൻ്റെ കാൽ കീഴിലാകും. സിറിയയുടെ ഗതി ഇറാൻ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുക, ഇസ്രായേലിൻ്റെ കണ്ണീർ വീഴ്ത്തുക. അതിന് ഒളിയാക്രമണമെങ്കിൽ ഒളിയാക്രമണം, ചാവേറാക്രമണമെങ്കിൽ ചാവേറാക്രമണം, ആവശ്യമെങ്കിൽ ആണവാക്രമണം വരെ നടത്താം, രാസായുധം പ്രയോഗിക്കാം. എന്തിനും ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇതാ ഇസ്ലാമിക ഭീകരന്മാർ ഒന്നിച്ച് നടത്തുന്നത്. ഇസ്രായേലിനെതിരെ വമ്പൻ പടയൊരുക്കം തുടങ്ങിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പ് നേരത്തെ തന്നെയുണ്ട്. ഇറാനും ഇറാനോടൊപ്പമുള്ള ശക്തികളും ഇസ്രായേലിലേക്ക് രാസായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതികൾ പൊടിതട്ടിയെടുത്തിരിക്കുന്നു. ഇറാൻ്റെ ആണവ തുരങ്കങ്ങൾ തുറന്നിരിക്കുന്നു. ഇറാനിൽ വമ്പൻ നീക്കം. ഇസ്രായേലിനെതിരെ ആണവ യുദ്ധത്തിന് ഇറാൻ്റെ തയ്യാറെടുപ്പ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്.